ഹലോ വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് റീഡിംഗിലേക്ക് പോവാം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് ആൻഡ് പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ്? ഓക്കെ 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 4 ഓഫ് കോയിൻസിന്റെ എനർജീസ് ആണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ നമുക്ക് വന്നിട്ടുള്ളത് 10 ഓഫ് സോർഡ്സ്, the moon, then 8 of coins, four of wands, queen of cups, page of coins, bottom of the deck, 3 of swords. Okay. സോറി ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല അല്ലേ? 1 മിനിറ്റ്. സോ അപ്പൊ നമ്മളിവിടെ സിറ്റുവേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഇവിടെ ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ആയിരിക്കാം. നിങ്ങളുടെ ചിലരുടെയൊക്കെ റിലേഷൻഷിപ്പ് നോർമൽ ആയിട്ട് റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. നോർമൽ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ആ ഒരു എനർജീസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ടൈംലെസ് റീഡിംഗ് ആണ് കേട്ടോ. അപ്പം എനിക്കിവിടെ ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റില് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പില് ഒത്തിരി അധികം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഡ്രാമാറ്റിക് എൻഡിങ്സ് ഉണ്ടായിട്ടുണ്ട്. പലതവണ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡിങ് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടാവണം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആ ഒരു സ്റ്റേജ് വരുമ്പോൾ നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്ന അതിന്റെ ഒരു പ്രോഗ്രസ് നമ്മൾ പറയുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കണക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഏത് ടൈമിലാണോ, ലൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പം എങ്ങനെയാണോ നിന്നിട്ടുള്ളത് ആ ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നുള്ളത്. എല്ലാത്തിലും കുറച്ചുകൂടെ ലോ ലെവലിലായിരിക്കും ഈ റിലേഷൻ നിൽക്കുന്നത്. നിങ്ങൾ അങ്ങോട്ടേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകുന്നില്ല, ഈ ഒരു കണക്ഷൻ മുന്നോട്ടേക്ക് പോകുന്നുമില്ല, ഈ ഒരു കണക്ഷൻ നിൽക്കുന്നുമില്ല. ഇതാണ് അവസ്ഥ. മൊത്തത്തിലൊരു സ്റ്റക്നെസ് ആണ് ഈ റിലേഷൻഷിപ്പിൽ. ഒരു സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങളും സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നു, നിങ്ങളുടെ പാർട്ട്ണറും സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നു. ചില സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർ മൂവ് ഓൺ ചെയ്ത് പോകുന്നു, ചില സമയത്ത് നിങ്ങളെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് ആക്കുന്നുണ്ടാവും. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ ചിലർക്കൊക്കെ ഇവിടെ ഉറപ്പായിട്ട് ഇവിടെ തേർഡ് പേഴ്സൺ ഉണ്ട്. നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം ഡീൽ ചെയ്യുന്നുള്ളത്. മാരീഡ് പേഴ്സൺ, ഇപ്പൊ നിങ്ങൾ മാരീഡ് പേഴ്സൺ അല്ല, നിങ്ങളുടെ പേഴ്സൺ സിംഗിൾ ആണെന്നുണ്ടെങ്കിലും ഇവിടെ തേർഡ് പേഴ്സൺ ഉണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ന്യൂ ആയിട്ട് ഏതെങ്കിലും ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എൻ്റർ ആയിട്ടുണ്ടാവണം. ഓക്കെ, മാരീഡ് ആണെങ്കിൽ ഓൾറെഡി അവരുടെ ഫാമിലി ഉണ്ടാവും, വൈഫ് ഉണ്ടാവും, ഹസ്ബൻഡ് ഉണ്ടാവാം. ആ ഒരു എനർജീസ്. ഇനിയിപ്പം ചിലരൊക്കെ മാരീഡ് ആണെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ആ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻ അല്ലാതെ തന്നെ വേറെയും തേർഡ് പേഴ്സൺ ഉണ്ടാവും, നിങ്ങളല്ലാതെ. ആ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കണക്ഷനിൽ ഒത്തിരി അധികം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. അത് നിങ്ങൾക്കും ഉണ്ട്, നിങ്ങളുടെ പേഴ്സണും ഉണ്ട്. ഇപ്പൊ പലപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും റിലേഷൻഷിപ്പിനെ എൻഡ് ആക്കി കളയുന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു റിലേഷൻഷിപ്പിനും എൻഡ് ആവാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു ട്രസ്റ്റ് ഇല്ലായ്മ. ആ ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളടുത്തൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കണക്ഷനെ മനഃപൂർവ്വം എൻഡ് ആക്കിയിട്ടുണ്ടാവും. കാരണം പക്ഷെ നിങ്ങൾക്ക് അറിയില്ല ഇവിടെ തേർഡ് പേഴ്സൺ ഉണ്ടോ എന്ന്. നിങ്ങൾക്ക് ചിലർക്കൊന്നും അറിയില്ല. നിങ്ങൾക്ക് അറിയാതെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷനിലേക്ക് നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് മൂവ് ചെയ്ത് പോയിട്ടുള്ളത് ഈ റിലേഷനിൽ നിന്ന്, എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു കണക്ഷൻ എൻഡ് ചെയ്യിപ്പിച്ചതെന്നൊന്നും നിങ്ങൾക്ക് അറിയുന്നില്ല. അങ്ങനത്തെ ഒരു എനർജി ഇല്ല നിങ്ങൾ ഇവിടെ നിൽക്കുന്നുള്ളത്. ഇത് വളരെ റെയർ ആയിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോ പറയുന്നത്. മിക്കവർക്കും ഓൾറെഡി അറിയാം എന്താണ് അവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒരു സിറ്റുവേഷൻ ആണോ ഒരു പേഴ്സൺ ആണോ എന്നുള്ള കാര്യം പലർക്കും അറിയാവുന്ന ഒരു എനർജി തന്നെയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഒരു വ്യക്തി നിങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു വ്യക്തി വളരെയധികം പോസസീവ് ആണ്.
അതിപ്പോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിക്കോട്ടെ, ഫോർത്ത് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിക്കോട്ടെ, ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വല്ലാത്തൊരു പൊസസീവ്നെസ് ഉണ്ട്. എന്താ പറയാ, നിങ്ങളെ ശരിയാണ്, വളരെ കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ്, ഒരു കേതുവിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. കേതു മീൻസ് എന്താണ്? ചില ടൈമിൽ ഒരു കേതുവിന്റെ എനർജീസിലേക്ക് വരുന്നുണ്ടാവും, ചില ടൈമിൽ ഒരു രാഹുവിന്റെ എന്ന് വെച്ചാൽ ഭയങ്കര സെൽഫിഷ് ആയിട്ട് ചില സമയത്ത് ഇമോഷൻസ് എന്നുള്ള ഒരു എനർജിയിലേക്ക് നിൽക്കുന്നുണ്ടാവും. കേതുവിന്റെ എനർജീസ് നമുക്ക് ഇവിടെ ഈ ഒരു ടൈമിലൂടെ ഒരു കേതുവിന്റെ എനർജീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു വ്യക്തിയിൽ. കാരണം ഇമോഷൻസ് ഉണ്ട് ഈ ഒരു ടൈമിൽ. അവർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ എത്രയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഇവരുടെ മനസ്സിൽ നിങ്ങൾ ഒരു കോളിൽ ഉണ്ടെന്ന് തന്നെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ക്ലാരിഫൈ ചെയ്യാം കാർഡ്സിനെ കൂടുതലായിട്ടും. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? വൈ ഹിയർ ഈസ് 4 of coins, why here is 4 of coins, 4 of swordsന്റെ എനർജീസും പേജ് ഓഫ് പെന്റാക്കിൾസിന്റെ എനർജീസും ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഐ തിങ്ക് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സിറ്റുവേഷൻസ്, അതിപ്പം ഒരു പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ചിലർക്കൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കാം, ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഒരു റിലേഷനിൽ ആ ഒരു വ്യക്തിയോട് നമുക്കൊരു റിലേഷൻഷിപ്പിൽ പോസിറ്റീവ്നെസ് ഒക്കെ ഓക്കെയാണ്. ഇത് എല്ലാവരുടെ എനർജീസ് അല്ല, ചിലരുടെ എനർജീസ് ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു എനർജിയിൽ ആ ഒരു വ്യക്തി വളരെ പോസിറ്റീവ്നെസ് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു എനർജീസ് ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കാം ചിലരുടെയൊക്കെ റിലേഷൻഷിപ്പിന്റെ ബ്രേക്ക് ആവുന്നതിനുള്ള ഒരു മെയിൻ റീസൺ, ബ്രേക്ക് ആയി പോയിട്ടുള്ളതിനൊരു മെയിൻ റീസൺ. ഈ ഒരു ടൈമിൽ ഇവരുടെ കറന്റ് ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ടൈമിൽ ഇവർ നിങ്ങൾക്ക് സൈലന്റ് ട്രീറ്റ്മെന്റ് തരുന്നതിന് ഒരു മെയിൻ റീസൺ, ഇവർക്ക് എന്താ ശരിക്കും എന്തോ ചെയ്യണം എന്ന് ഇവർക്ക് അറിയുന്നില്ല. വല്ലാത്തൊരു സ്റ്റക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പോക്ക് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഈ റിലേഷൻ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി ഒരു വ്യക്തിക്ക് ഇല്ലാത്തൊരു എനർജീസ് ആണ്. ഒത്തിരി അധികം സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ആളുടെ ഉള്ളിലൊരു ട്രോമാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിയേഴ്സോ ഒക്കെ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇവിടെ പേജ് ഓഫ് പെന്റക്കിൾസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്കിൽ വന്നിട്ടുള്ളത്. ഈ ഒരു റിലേഷനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ എന്തൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളെ പറഞ്ഞെന്ന് പറഞ്ഞാലും പ്രവർത്തിച്ചെന്ന് പറഞ്ഞാലും ജസ്റ്റ് ഇവരൊന്ന് ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഈ ഒരു കണക്ഷനിലേക്ക് പോകുന്നുണ്ടാവും. ഓക്കെ, സോ ഒരു എനർജീസ് ആണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ഈ ഒരു കണക്ഷൻ ഒരു സോളിഡ് സ്റ്റാർട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കണം ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്യുന്നുള്ളത്. ചിലർക്കൊക്കെ ആണെങ്കിൽ ഒരു ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാരി ചെയ്യാനായിട്ടുള്ള കപ്പിൾസ് ആയിരിക്കാം, എന്തോ സംതിങ്. പക്ഷെ ഇവര് സ്റ്റേബിൾ ആയിട്ട് ഒരു വാക്ക് പറയുന്നുണ്ട്, ഇപ്പൊ പറയുന്ന ആയിരിക്കില്ല പിന്നെ പറയുന്നുണ്ടാവുക, അങ്ങനത്തെ ഒരു എനർജീസ് ആയിരിക്കാം. ഞാൻ ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് അത് പറഞ്ഞതാണ് കേട്ടോ. ആ ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇവിടെ എന്താ പറയാ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരെങ്കിലും ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ, നിങ്ങൾ കുറെ നാളായിട്ട് നിങ്ങൾക്ക് ജോബ് ഒന്നും ഇല്ല, നിങ്ങൾ നല്ല ബെറ്റർ ആയിട്ടുള്ള ജോബിന് വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് വർക്ക്ഔട്ട് ആവുന്നില്ല, ഇതുവരെയും ജോബ് ഒന്നും കിട്ടുന്നില്ല, സെറ്റ് ആവുന്നില്ല, നിങ്ങൾ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിലാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിക്കുള്ള ഒരു ജോബ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച രീതിക്കുള്ള ഒരു ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷെ ചിലരുടെയൊക്കെ മാനിഫെസ്റ്റേഷൻ കരിയർ റിലേറ്റഡും ആവാം, ജോബോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെന്റ് എക്സാംസുകളോ എന്താണെങ്കിലും, എന്താണോ നിങ്ങളുടെ കരിയർ ഗോൾസ്, ആ ഒരു ഗോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, why here is 10 of swords divine, why here is 10 of swords. നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഇവർക്ക് ഉള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിലുള്ള ഒരു ഇമോഷൻസിനെ ഒക്കെ ഒരു വ്യക്തി ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓൾറെഡി ഈ ഒരു വ്യക്തി ഒരു മസ്കുലൻ എനർജി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഒരു ഫെമിനൻ എനർജി ഇവരുടെ ഉള്ളിലുണ്ട്. ഇവരുടെ ഒരു ഫീലിങ്സ് എപ്പോഴും ആ ഒരു ക്യൂൻ ഓഫ് കപ്സ് ആണ്. പക്ഷെങ്കിൽ ഇവർ ആ ഒരു ഫീലിങ്സിനെയോ ഒരു ഇമോഷൻസിനെയോ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ വേണ്ടിയിട്ടോ നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ അപ്പ് ആവാനായിട്ടോ ഈ ഒരു വ്യക്തി ഇവിടെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഒരുപക്ഷെ അത് ചില ആളുകളുടെ ഒരു ഈഗോ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു എനർജീസ് ആയിരിക്കാം, അല്ല നിങ്ങൾ വരട്ടെ എന്നുള്ള ഒരു എനർജീസ് ആയിരിക്കാം. എന്തായാലും ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു ഫീലിങ്സ്, ആ ഒരു ഇമോഷൻസ് ഒക്കെ വളരെയധികം ഇവര് വളരെ ഇൻറ്റ്യൂട്ടീവ്
ഇപ്പൊ സ്പിരിച്വൽ അല്ലെങ്കിലും ഇവരുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. ശരിക്കും നിങ്ങളുടെ ആക്ഷൻസ് എന്താണെന്നുള്ള കാര്യം ആ ഒരു വ്യക്തിക്ക് ഓൾറെഡി തന്നെ മനസ്സിലാവുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ടാലൻസ് എല്ലാം ഉണ്ടാവാം. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു വ്യക്തി ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ഒട്ടും ഹാപ്പി അല്ല, വളരെ ഡൗൺ ആണ്. ഇവരുടെ ലൈഫിലെല്ലാം ഇയാൾക്ക് ഒരു ഇല്യൂഷൻസ്, അതായത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ, ഇവർക്ക് ഒരു ഇല്യൂഷൻ പോലെയാണ് എല്ലാം ഫീൽ ചെയ്യുന്നത്. ഒന്നിലും ഒരു ഹാപ്പിനെസ് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഈ ഒരു വ്യക്തിയെ കരിയറിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാണ്, മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈസ് ഓഫ് കപ്സിന്റെ എനർജീസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവരുടെ ഫീലിങ്സിനെയും ഇമോഷൻസിനെയും എന്താ പറയാ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പിന്നെ വളരെ കുറച്ചു പേർക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ട് ഏതോ ഒരു വ്യക്തി എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു റീഡിംഗ് സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. അപ്പം എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യൂലി എൻട്രി ആയിട്ടുള്ള ഈ ഒരു പേഴ്സൺ, ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ കുറച്ച് കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം നിൽക്കുന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കണ്ട് മിണ്ടിരിക്കുന്ന ഒരു എനർജീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ പേഴ്സൺ, ടോട്ടലി ബ്രാൻഡ് ന്യൂ പേഴ്സൺ ആണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു ടൈമിൽ. അത് വളരെ റെയർ കേസസ് ആണ് പറഞ്ഞത്, എല്ലാവരും അതിൽ കയറി പിടിക്കേണ്ട. റെയർ ആയിട്ടുള്ള കുറച്ച് എനർജീസ് ആണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെസ്സേജുമാണ്. ഓക്കെ, ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒത്തിരി അധികം സ്നേഹമുണ്ട്. പക്ഷെ എങ്കിൽ അതിലൊരു പ്രോഗ്രസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, വെയിറ്റിംഗിന്റെ എനർജീസ് ആണ്. നിങ്ങൾ ധൃതി പിടിച്ചിട്ട് ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് വേണം, ഈ ഒരു കണക്ഷനിൽ ഒരു ഗ്രോത്ത് വേണം എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. എന്നപ്പോൾ മാത്രമേ ഇവിടെ ഒരു ബാലൻസ് വരുള്ളൂ, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരാനായിട്ടുള്ള സാധ്യത എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ. ക്ഷമ വേണം കേട്ടോ. പിന്നെ അതല്ല, നോർമൽ ആയിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എനർജീസ് കണ്ടിന്യൂ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്, ഇമോഷൻസ്, ഇവർ ഈ ഒരു കണക്ഷനിൽ ഒരു ഗ്രോത്ത് വേണം എന്നുള്ള ഒരു കാര്യം, അതൊക്കെ ഇവർ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വൈ ഹിയർ ഈസ് 8 ഓഫ് പോയിന്റ്സ് ഡിവൈൻ, വൈ ഹിയർ ഈസ് 8 ഓഫ് പോയിന്റ്സ്, 10 ഓഫ് പെന്റാക്കിൾസ്. കുറച്ചു പേർക്കൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ, ഇവിടെ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഇവരുടെ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, ഇവരുടെ പാരന്റ്സ്, ട്രഡീഷൻസ്, അല്ലെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആവാം. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ ട്രഡീഷൻസ് ആവാം. ഇവർ എന്താണെങ്കിലും ഇവിടെ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. ഫാമിലി, അത് തേർഡ് പേഴ്സൺ ഫാമിലി ആണ്, അല്ലെ സിറ്റുവേഷൻ ഫാമിലി ആണ്, റിലീജിയസ് ഫാക്ടർ ആണ്, അപ്പം കൾച്ചർ ആണ്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇവര് ശരിക്കും ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? നിങ്ങളുടെ കൂടെ ഇവര് 10 ഓഫ് പെന്റക്കിൾ ആണ് നിങ്ങളുടെ കൂടെ ആഗ്രഹിക്കുന്നത്. നിങ്ങളിലാണ് ഒരു കംപ്ലീഷൻ ഇവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇവര് മെയിൻ ആയിട്ട് ആഗ്രഹിക്കുന്ന എന്താണ്? ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരു ലോങ് ടേം കൊണ്ടുപോകണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ആ ഒരു 10 ഓഫ് പെന്റിക്കിൾസ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി, ആ ലോങ് ടേം എന്നുള്ള ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെയോ ഒബ്സ്റ്റക്കിൾസും ചാലഞ്ചസും നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. അപ്പം അതിന്റെ ഇടയ്ക്ക് ഈ ഒരു വ്യക്തിക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഈ ഒരു റിലേഷൻ ആയിരിക്കാം ഒരു പക്ഷെ, അല്ലെങ്കിൽ ഇവർക്ക് ഫാമിലി ഇല്ലാതെ ഇവർക്ക് ഒരു കാര്യങ്ങളും ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഫാമിലിയെ ധിക്കരിച്ചുകൊണ്ട് ഇവർക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇവരൊരു കൂട്ടുകുടുംബം പോലെ നിൽക്കുന്ന ആളുകളായിരിക്കാം. ഫാദർ, മദറിന്റെ മദർ, അങ്ങനെ ഫാദറിന്റെ മദർ, അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ എനർജീസ് ആയിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരുടെ അടുത്തേക്ക് ഈ ഒരു വ്യക്തി പോകേണ്ടതായിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പലയിടത്തു നിന്നും എതിർപ്പുകൾ ഉള്ളപ്പോ ഈ ഒരു കണക്ഷനിൽ ഇവർക്ക് ഗീവ് അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിനെ ചൂസ് ചെയ്യുക അല്ലാതെ വേറെ ഓപ്ഷൻ ഈ ഒരു വ്യക്തിയുടെ ഉള്ളില് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇവര് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഒത്തിരിയധികം. ഒരുപക്ഷെ ഈ ഒരു കണക്ഷൻ ആള് അവതരിപ്പിച്ചിട്ടുണ്ടാവില്ല ഫാമിലിയുടെ ഫ്രണ്ടില്, പക്ഷെ എന്നാൽ പോലും ആളുടെ മൈൻഡിൽ ഈ ഒരു റിലേഷൻ ഉണ്ട്. ഈ ഒരു റിലേഷനെ കുറിച്ചിട്ട്, ഇത് അവതരിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് ഈ ഒരു വ്യക്തി ജസ്റ്റ് ഇമാജിൻ ചെയ്യുമ്പോൾ ആൾക്ക് അത് ഭയങ്കരമായിട്ട് ഒരു ട്രോമ പോലെ ഫീൽ ചെയ്യാണ്, അല്ലെങ്കിൽ സ്റ്റക്ക് പോലെ ഫീൽ ചെയ്യാണ്. ആക്ഷൻ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ഈ ഒരു വ്യക്തിയുടെ. അപ്പം അത് ഈ ഒരു വ്യക്തിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ ആൾക്കും എന്താ പറയുക, ആ ഒരു സിറ്റുവേഷൻസിൽ ഇയാൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജീസ് ഒക്കെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഒരുപക്ഷെ അത് ഇപ്പൊ എന്താ പറയാ, ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ,
നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അതിൽ വെളിയിൽ വരണം എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫിയർ, അല്ലെങ്കിൽ നമുക്ക് ധൈര്യമില്ലായ്മ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു, അല്ലെങ്കിൽ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ നമുക്കുണ്ട്. അപ്പൊ ആ ഒരു റെസ്ട്രിക്ഷൻസിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് നമുക്ക് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്നുണ്ടാവില്ല. അത് വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിൽ ഫൈൻ, പക്ഷെ അത് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല ഫാമിലിയെ ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയുടെ മുന്നിൽ നമ്മൾക്ക് ഇന്ന ഒരു പേഴ്സൺ വേണം, അല്ലെങ്കിൽ ഒരു റിലേഷൻ വേണം എന്നുള്ള രീതിക്ക് സ്റ്റാൻഡ് ചെയ്യാനായിട്ട് ആൾക്ക് പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു എനർജീസ് ആണ്. കാരണം ഓൾറെഡി ഒരു വ്യക്തി ഫാമിലി പേഴ്സൺ ആണ്. അപ്പൊ ഫാമിലി പേഴ്സൺ ആയിട്ടുള്ള ഒരു വ്യക്തി അതിന് ഫാമിലിക്കെതിരായിട്ട് ഒരു കാര്യം ചെയ്യുന്ന അങ്ങനത്തെ ഒരു എനർജീസ് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ വളരെ റെയർ ആയിട്ടുള്ള ഒരു മെസ്സേജസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഇവരുടെ വൈഫ് അറിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് അറിഞ്ഞിട്ടുണ്ടാവാം. അത് ഏതെങ്കിലും രീതിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിലായിരിക്കും, അല്ലെ നിങ്ങളുടെ മെസ്സേജസും ചാറ്റുകളും ഒക്കെ ആയിരിക്കാം അവർ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു എനർജീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അവരുടെ ഹസ്ബൻഡിന് അല്ലെ അവരുടെ വൈഫിനൊക്കെ നല്ല രീതിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഇവിടെ ക്രിയേറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ തൽക്കാലം നിങ്ങളിപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു ടോട്ടലി ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് എന്നുള്ള ഒരു എനർജിയിൽ വല്ലപ്പോഴും ഒക്കെ കോൺടാക്ട് ചെയ്യാന്നുള്ള ഒരു എനർജിയിലേക്ക് ആയി പോയിട്ടുണ്ടാവും ഈ റിലേഷൻ. കാരണം നിങ്ങൾ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് വെച്ച് നോക്കുമ്പോൾ തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞൊരു ഫാമിലി ആയിട്ട് നിൽക്കുന്നുണ്ടാവുമല്ലോ. അപ്പം അല്ലെങ്കിൽ ആ ഒരു വൈഫ് ആയിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം, ആരും ആയിക്കോട്ടെ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ തേർഡ് പേഴ്സൺ ആണെന്നല്ല, ഹസ്ബൻഡും വൈഫും ഒക്കെ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തേർഡ് പേഴ്സൺ അതർ വുമണോ അതർ ആയിട്ടുള്ള ഒരു എനർജീസ് ആണ്, അതർ മെൻ എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പം അങ്ങനത്തെ ഒരു എനർജീസ് ആണെന്നുണ്ടെങ്കിൽ ഇവര് എങ്ങനെയോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഇവരുടെ ഫാമിലി അറിഞ്ഞിട്ടുണ്ട്. അതൊരു ഇഷ്യൂസ് ആയിട്ടുണ്ടാവാം. അതായിരിക്കണം ഈ ഒരു വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നത്. കാരണം ഇവിടെ ഈ ഒരു വ്യക്തി അവര് പറഞ്ഞിട്ടുണ്ടാവും, ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പേഴ്സൺ, ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഇവര് പറഞ്ഞിട്ടുണ്ടാവും. കൃത്യമായിട്ട് വൈഫ് പറഞ്ഞിട്ടുണ്ടാവും, ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടാവും, ഫാമിലി പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിലാണ് ഈ ഒരു വ്യക്തി എന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ ഉറപ്പായിട്ടും ഒരു ഫാമിലി ആയിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻസ് ഉള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വളരെ ഈ ഒരു വ്യക്തി വളരെയധികം ഡൗൺ ആണ്. ഇവർക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, ആൻസൈറ്റി, ഡിപ്രഷൻ. കാരണം ഇവർക്ക് നിങ്ങൾ ഒത്തിരി അധികം സ്നേഹം ഉണ്ടായിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരിക്കും. അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിക്ക് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ടേക്ക് ഒരു പ്രോഗ്രസ് എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഡൗൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. വൈ ഹിയർ ഈസ് 6 ഓഫ് വാൻസ് ഡിവൈൻ. ഇവരുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ അത്രമാത്രം ഈ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, അത്രമാത്രം എനർജീസ് ഈ ഒരു വ്യക്തിയും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അത്രമാത്രം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഇവർക്കുണ്ട്. പക്ഷെങ്കിലും ലൈഫിലുള്ള ചില സിറ്റുവേഷൻസ് കൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ അടുത്തൊരു സ്ട്രോങ് ബൗണ്ടറി തന്നെയാണ്. ഒരു പക്ഷെ നിങ്ങളെ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, എവരിവെയർ എല്ലായിടത്തും പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ഒരു സ്ട്രോങ് ബൗണ്ടറി, നിങ്ങൾ ഒരു തരത്തിലും കണക്ട് ആവാൻ പാടില്ല എന്നുള്ള രീതിക്ക് ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ സ്റ്റിൽ എന്നാൽ പോലും ഇവരുടെ മനസ്സ് നിറച്ച് നിങ്ങളാണ്. കാരണം ഇവർക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്, ഇവർ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു പാർട്ണർ എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങളെ കുറിച്ചിട്ടായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ നേരത്തെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ഞാൻ മാരി ചെയ്തേനെ. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള എല്ലാ ഒരു ക്വാളിറ്റീസ്, ഒരു വൈഫ് മെറ്റീരിയൽ അല്ല ഹസ്ബൻഡ് മെറ്റീരിയൽ ഒരു ക്വാളിറ്റീസ് നിന്റെ ഉള്ളിലുണ്ടെന്ന് ഈ ഒരു വ്യക്തി നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളെന്നുള്ള ഒരു വ്യക്തി ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇതിനു മുമ്പുണ്ടായിരുന്നു, മാരേജിന് ശേഷവും നിങ്ങളെ മാരേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഫാമിലി കാരണം കൊണ്ട്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളെന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കണം ഇവര് മാരേജ് തേടിയിട്ടുള്ളത്, മാരേജിലുള്ള ഒരു പേഴ്സണെ തേടി പിടിച്ചിട്ടുള്ളത്. ആ ഒരു എനർജീസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ബൗണ്ടറി ആണ്, അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേങ്കില് ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ആയിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസിനെ അക്സെപ്റ്റ് ചെയ്ത് പോവാന്നല്ലാതെ ഇയാളുടെ മുന്നിൽ വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ഉള്ള ഈ ഒരു ടൈം, ആ ഒരു ടൈമും കടന്നു പോയിട്ട് നെക്സ്റ്റ് ടൈം ഒരു ടൈം ഓഫ് ഹാപ്പിനെസ്, അതായത് ഒരു ഹാപ്പിനെസ് ഉള്ള ഒരു ടൈം, അല്ലെങ്കിൽ ഇയാൾ ആഗ്രഹിക്കുന്ന രീതിക്ക് ഇയാളുടെ ഫേവറിൽ, ഈ ഒരു പേഴ്സന്റെ ഫേവറിൽ കാര്യങ്ങൾ വരുന്ന ഒരു ടൈം വരുന്നുണ്ടാവും. അതിനു വേണ്ടിയിട്ട് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജീസ്. ഇപ്പൊ നമുക്കൊരു ഒരു ആഗ്രഹമുണ്ട്, ഒരു വിഷ് ഉണ്ട്.
അതിനെ നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ക്ഷമയോട് കൂടി വെയിറ്റ് ചെയ്യില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എനർജിയിൽ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷനിൽ ഒരു പ്രോഗ്രസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ടു ഓഫ് വാൻസിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ബോട്ടം ഓഫ് ദി ഡെക്കിൽ ഏസ് ഓഫ് സോഡ്സിന്റെ എനർജീസ് ആണ്. ഐ തിങ്ക് ഈ ഒരു വ്യക്തിക്ക് കുറച്ച് കാര്യങ്ങളുടെ ക്ലാരിറ്റീസ് ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഇപ്പൊ പ്രസന്റ് എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലും ഇപ്പൊ ഇവരൊരു ആക്ഷൻ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഫ്യൂച്ചർ ഇല്ലാതായി പോകും. അപ്പൊ അത് ഈ ആലോചിച്ച് കണ്ട് വളരെ ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻ ഓൾറെഡി ഈ ഒരു വ്യക്തിയുടെ മേലെ ഇവരുടെ വൈഫിന്റെയോ ഹസ്ബൻഡിന്റെയോ അല്ലെങ്കിൽ തേർഡ് പേഴ്സന്റെയോ കണ്ണുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു ആക്ഷനും എടുക്കാതിരിക്കുന്നതാണ് സേഫ് എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ കാമായിട്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന രീതിക്ക് ഇവർക്ക് മുന്നോട്ടേക്ക് ഒരു ഫ്യൂച്ചർ എന്നുള്ള രീതിക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലാനോടുകൂടി വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിലാണെങ്കിലും ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിന് എഫോർട്ട് എടുക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ല ഉള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി റെഡി അല്ല ഒരു ആക്ഷന് വേണ്ടിയിട്ട്. മൈൻഡിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ചുറ്റുപാടുമുള്ള സിറ്റുവേഷൻസ് അനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ആക്ഷൻ എടുക്കാതിരിക്കുന്നത്, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നതുമാണ് സേഫ് എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. പേജ് ഓഫ് കപ്സിന്റെ എനർജീസ് ആണ് ഇത്. ഓൾറെഡി ഈ ഒരു ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങളിപ്പം ന്യൂ ബിഗിനിങ് ഇല്ലെന്നാണല്ലോ മാം പറയുന്നതല്ല. നമ്മൾ ഓൾറെഡി നമ്മളൊരു ഷുഗർ കോഡ് റീഡിങ്സും ചെയ്യുന്നില്ല, ന്യൂ ബിഗിനിങ് ഇതിൽ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ന്യൂ ബിഗിനിങ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലല്ല. ആളുടെ മനസ്സിലൊരു ഡിസയർ ആയിട്ട് ഉണ്ടെങ്കിൽ, ഒരു ഫീലിംഗ്സിൽ ഒരു ന്യൂ ബിഗിനിങ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതൊരു ആക്ഷൻ ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു മെന്റാലിറ്റിയിലല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലല്ല, ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലല്ല നിങ്ങളുടെ വ്യക്തി ഉള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവര് വന്നാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ജസ്റ്റ് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ തന്നെ ഇനി നിങ്ങൾക്ക് ഒരു കണക്ഷൻ പ്രോഗ്രസ് എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് കിട്ടുന്നുണ്ടാവില്ല. കമ്മിറ്റ്മെന്റ് തരാനായിട്ട് കുറച്ച് എന്തൊക്കെയോ ഇവരുടെ ഒബ്സ്റ്റക്കിൾസും ചാലഞ്ചസും ഉണ്ട്, എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു കമ്മിറ്റ്മെന്റ് എന്തായാലും നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള സാധ്യത കുറവാണ്. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സിംഗിൾ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ സ്റ്റേ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന ടൈമും എനർജിയും വെറുതെ ആവേ ഉണ്ടാവുള്ളൂ. ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, പക്ഷെ അതിലൊരു സ്റ്റേബിലിറ്റി ഉണ്ടാവുമ്പോഴാണ് എല്ലാത്തിനും ഒരു വാല്യൂ ഉണ്ടാവുന്നത്. അതർവൈസ് നോട്ട്. ഇവര് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഒത്തിരിയധികം നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. കാരണം ഇവര് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസ്, ഒരു പക്ഷെ നിങ്ങൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ബോണ്ട് എന്താണോ ആ ഒരു ബോണ്ട് ശരിക്കും ഇവര് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ചൊരു ചിന്തിക്കുന്നുണ്ട്. വളരെ റെയർ ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ എക്സിന്റെ എനർജീസ് ആണ്. ഓക്കെ, എക്സ് നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുള്ള എക്സിന്റെ എനർജീസ് ആവാം സാധ്യതയുണ്ട്. കുറച്ച് വളരെ ഒരു 1-2% മാത്രമാണ് എക്സിന്റെ എനർജീസ്, അല്ലെങ്കിൽ ഒരു ന്യൂ പേഴ്സൺ ആണ്. ന്യൂ പേഴ്സൺ മീൻസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോ ഉള്ള ഒരു വ്യക്തി. എക്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ലാഗ് വരുമല്ലോ, സെപ്പറേഷൻസ്, ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തൊരു സിറ്റുവേഷൻസ്, അങ്ങനത്തെ ഒരു എനർജി അല്ല. 2-3 വർഷങ്ങൾക്ക് മുമ്പുള്ള അങ്ങനത്തെ ഒരു ചെറിയ എനർജീസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാത്ത എല്ലാം നോർമൽ ആയിട്ടുള്ള ഒരു എനർജീസ്. ഓക്കെ, ഈ ഒരു റിലേഷനിൽ ഒത്തിരി അധികം ബാലൻസ് ആവശ്യമാണ്. അപ്പം നിങ്ങൾ ഓൾറെഡി ഈ ഒരു കണക്ഷനിൽ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് പാടാണ് കേട്ടോ. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് കുറച്ച് ഗൈഡൻസ് നോക്കാം. ജസ്റ്റ് ഞാനൊരു ഗൈഡൻസ് നോക്കാം മോണോളജി വെച്ചിട്ട്. പ്ലീസ് ഗൈഡ് മീ മോർ ഗൈഡൻസ് പ്ലീസ്. വ്യൂവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ലക്ക് ഈസ് ഓൺ യുവർ സൈഡ് എന്നുള്ളൊരു ഗൈഡൻസ് ആണ്. ഓക്കെ, സറണ്ടർ ടു ദ ഡിവൈൻ. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റിക്വയർഡ്സ് എന്നുള്ളൊരു എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്കിൽ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ഫേവറിൽ ലക്ക് വരും. ഓക്കെ, പക്ഷെ എന്ത് വേണം, നിങ്ങൾ ഇപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ റിലേഷൻ എന്ന് പറഞ്ഞിരിക്കുക, നിങ്ങൾ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക. ഈ റിലേഷനെ സറണ്ടർ ചെയ്യുക, അനങ്ങാതെ ഇരിക്കുക, വെയിറ്റ് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക. എന്താണ് നെക്സ്റ്റ് ഡിവൈൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ഒരു പ്ലാനിന് വേണ്ടി ഡിവൈനിന് കൊടുത്ത് സറണ്ടർ ചെയ്യുക. അല്ല നിങ്ങളായിട്ടൊരു പ്ലാൻ ഇതിൽ ക്രിയേറ്റ് ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സ്പിരിച്വൽ ആയിട്ടിരിക്കുക, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് കുറയ്ക്കുക, നെഗറ്റീവ് ആയിട്ടുള്ള റീഡിംഗ് സെക്ഷൻസും ഒന്നും നിങ്ങൾ കാണാതിരിക്കുക. ഇപ്പം നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണണ്ട. ഓക്കെ, കാരണം നമ്മളുടെ മെന്റൽ സ്റ്റെബിലിറ്റി, നമ്മൾ മെന്റലി നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു സെൽഫ് ലവ് ചെയ്യുക എന്നുള്ള ഒരു എനർജീസ് ഉണ്ടല്ലോ, ആ ഒരു എനർജിയിലാണ് എല്ലാത്തിലും ഒരു ഇത് വരുന്നുണ്ടാവുക. അല്ല നിങ്ങൾ സെൽഫ് ലവ് ചെയ്തിട്ടോ നമ്മൾ വീണ്ടും സെൽഫ് ലവ് എന്ന് പറയുന്നു, നമ്മൾ റീഡിങ്സ് കാണുന്നു, അല്ല മറ്റു അവരെ പോയി സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് റെയർ ആയിട്ടുള്ള ഒരാൾക്കുള്ള മെസ്സേജസ് ആണ്. എനിക്കറിയില്ല, അങ്ങനെ ഏതോ ഒരു വ്യക്തി ഉണ്ട് ഈ റീഡിങ് കാണുന്നത്, അവർക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷന്റെ സ്റ്റേജിലാണ്. കുറെ റീഡിങ്സ് ഒക്കെ കണ്ട് അവിടെ ഇവിടെ എല്ലാം കണ്ടതിന് ശേഷം വളരെ ഡിപ്രഷനിൽ ഇരിക്കുന്ന ഒരു സ്റ്റേജാണ്. ലാസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്, ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കുറച്ച് നാളെ ആയിട്ടുണ്ടാവുള്ളൂ നിങ്ങൾ എന്റെ ചാനൽ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. സ്പെസിഫിക് മെസ്സേജസ് ആണ്, എനിക്കറിയില്ല ധാരണയാണ്. നിങ്ങൾ ആരാണെങ്കിലും ഹെൽത്ത് ശ്രദ്ധിക്കുക, മെന്റലി നിങ്ങൾക്ക് ഡൗൺ ആവുന്ന രീതിക്കുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക, സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യാതിരിക്കുക, അവരുടെ കാര്യങ്ങൾ ഓൾഡ് ചാറ്റ് ഒന്നും റീഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഹാപ്പി ആക്കി ഈ ഒരു മൊമെന്റിൽ എന്താണോ വെക്കുന്നത് ആ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക എല്ലാ കാര്യങ്ങളും, ഡിവൈനിൽ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇനി ഒരു വ്യക്തി റിട്ടേൺ വന്നാൽ എന്താണ്, റിട്ടേൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റിക്വയർഡ് എന്നുള്ള ഒരു എനർജീസ് ആണ്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഈ റിലേഷനിൽ. അവിടെ ഈ ഒരു വ്യക്തി റിട്ടേൺ വരുന്നുണ്ടാവും, പക്ഷെ അതിന് വേണ്ടിയിട്ട് ലെറ്റ് ഇറ്റ് ഗോ, അതായത് ലെറ്റ് ഗോ ചെയ്യുക, സറണ്ടർ ചെയ്യുക, അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഫേവറിൽ ടൈം വരും. ഇപ്പം നിങ്ങളുടെ ടൈം മോശമായിരിക്കാം ഒരു പക്ഷെ, അല്ലെങ്കിൽ നമ്മൾ പറയില്ല ചില ടൈമിൽ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ടൈം മോശമായിരിക്കാം, പ്ലസ് നമ്മൾ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ടാവും, അതും ഒരു റീസൺ ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് നിങ്ങളുള്ളതെങ്കിൽ നിങ്ങൾ സ്റ്റേബിൾ ആയിട്ടിരിക്കുക. നിങ്ങൾ കുറച്ച് ബാഡായിട്ടുള്ള കാര്യമാണ്, പതിയെ നിങ്ങൾ ഒന്ന് ഡിറ്റാച്ച്ഡ് ആയാൽ മതി, സറണ്ടർ ചെയ്താൽ മതി. അവനവന്റെ കാര്യങ്ങൾ നോക്കി ജസ്റ്റ് ആ ഒരു തോട്ട്സ് വരുമ്പോൾ പോസിറ്റീവ് ഓഫ് ഇമോഷൻസ് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരിക. എപ്പോഴും മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക, നന്നായിട്ട് പ്രെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഏത് ഡിവൈൻ പവറിലാണ് ട്രസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഡിവൈൻ പവറിലെ മന്ത്രാസ് ചാന്റ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, മെഡിറ്റേഷൻ മ്യൂസിക്സ് കേൾക്കുക, നൈറ്റ് നേരത്തെ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക, ഫോൺ അധികം കുറച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സെൽഫ് കെയറിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക, നന്നായിട്ട് ബോഡി ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ആ ഒരു എനർജീസിലൊക്കെ നിൽക്കുക, സെൽഫ് ലവിന്റെ എനർജിയിൽ നിൽക്കുക. ഓക്കെ, ഇത്രയും ഗൈഡൻസ് ആണ് ഇപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ താങ്ക് യു സോ മച്ച്.